ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കയെ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ ഇന്നിതാ റിലീസിന് എത്തിയിരിക്കുകയാണ്. വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ലാലേട്ടൻ മമ്മൂട്ടി ഒന്നിക്കുന്നു എന്നത് മാത്രമായിരുന്നു അതിനകത്തൊരു ഹൈപ്പ്. എമ്പുരാൻ പോലത്തെ ഒരു സിനിമ റിലീസിനെത്തിയപ്പോൾ ലോകം മുഴുവൻ, ഇന്ത്യ, കേരളം വലിയൊരു തരംഗം സൃഷ്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. പക്ഷെ പാട്രിയോട്ടിന് ആ ഒരു രീതിയിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. സാധാരണ ഒരു ഇൻഡസ്ട്രിയിലെ ഐക്കോണിക് താരങ്ങൾ ഒന്നിക്കുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് മാറാറുണ്ട്. എന്തൊക്കെയാണോ സൈലന്റ് ആയിട്ട് വന്ന് ഹിറ്റ് അടിക്കാനാണോ ഇവർ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. എന്തൊക്കെയാണ് ചെറിയ ചെറിയ പ്രൊമോഷൻസും പരിപാടിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കിയാൽ നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കും ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, ദർശന രാജേന്ദ്ര, രേവതി തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. മമ്മൂക്കയുടെ ലാലേട്ടന്റെ കിഡിലൻ ഫൈറ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രെയിലറിനും ടീസറൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളേറെയാണ്. ട്രെയിലറിനും എന്നോടൊപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ടായത് ഇന്നലെ വന്ന പ്രീ റിലീസ് ട്രെയിലർ ഒക്കെ മനോഹരമായിട്ടുണ്ടായിരുന്നു. അതിലൊന്നും നമുക്ക് ഒരു നെഗറ്റീവും തോന്നിയിട്ടില്ലായിരുന്നു. അതോടൊപ്പം ചിത്രത്തിനായിട്ട് വന്ന മ്യൂസിക്കിനും സുഷിൻ ശ്യാമിന്റെ BGMനൊന്നും കാര്യമായിട്ടുള്ള ഒരു ചലനവും ചിത്രത്തിന് വേണ്ടി സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണ് ചിത്രം ഡയറക്ട് ചെയ്ത് മലയാളത്തിലെ ഹിറ്റ് സിനിമകൾ അണിയിച്ചൊരുക്കിയ ടേക്ക് ഓഫ്, അതോടൊപ്പം തന്നെ ഉയരെ സീയൂസും പോലത്തെ മികച്ച ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിയ മഹേഷ് നാരായണനാണ്. അതുകൊണ്ടും സംവിധായകനെയും പ്രതീക്ഷ വെക്കാം. അങ്ങനെ ഇന്ന് ചിത്രം തിയേറ്ററിലോട്ട് എത്തുമ്പോൾ ആ ഒരു പ്രതീക്ഷകൾക്കുള്ള ആക്കം കൂട്ടിയെന്ന് ചോദിച്ചാൽ മികച്ച റെസ്പോൺസുകൾ തന്നെ വരുന്ന ഒരു കാഴ്ച നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടാൻ ഒരുപക്ഷെ പാട്രിയോട്ടിന് സാധിച്ചേക്കാം. പ്രീസെയിലൂടെ മാത്രം ഏകദേശം 20 കോടി രൂപ മാത്രമാണ് ചിത്രം കളക്ട് ചെയ്തത്. ആദ്യ ദിനം ഒരുപക്ഷെ 50 കോടിയെങ്കിലും എത്തേണ്ട ഒരു ചിത്രത്തിന് പ്രമോഷന്റെ കുറവ് കൊണ്ട് നേരെ ഡൗൺ ആയി പോവുകയായിരുന്നു. ആൻഡോ ജോസഫ്, MG അനിൽകുമാറോടെ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ ചിത്രത്തിന് സ്ക്രീൻ കൗണ്ടിന്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഷോകളുടെ എണ്ണത്തിലും വളരെ കുറവാണ്. എമ്പുരാനും അതോടൊപ്പം ജിയോ പോലത്തെ ചിത്രങ്ങളൊക്കെ ആദ്യ വർഷങ്ങളിൽ 3000-ന് മുകളിൽ ഷോകൾ ഒരുക്കിയപ്പം 1900-ന് അടുത്തുള്ള ഷോകൾ മാത്രമാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചതും അതും ചിത്രത്തിന്റെ കളക്ഷനെ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാനും ചിത്രത്തിന് വലിയ തോതിൽ സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് മികച്ച റെസ്പോൺസുകൾ ചിത്രം നേടിയെടുത്താൽ മലയാള സിനിമ കാണാൻ പോകുന്ന എക്കാലത്തും വലിയ വിജയങ്ങൾ ഒന്നായിട്ട് മാറും. അതോടൊപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു പക്ഷേ 500 കോടി ചിത്രമായിട്ട് മാറാം. പക്ഷെ നിലവിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നിലവിൽ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടി മുന്നേറുന്ന വാഴ 2 ഇപ്പോഴും 4ാം വാരത്തിലും കേരളത്തിൽ നമ്പർ 1 ആയിട്ട് തുടരുമ്പോൾ മോഹിനിയാട്ടം മികച്ച വിജയം സ്വന്തമാക്കിയാണ്. അടുത്ത ആഴ്ച ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തുന്നുണ്ട്. ഇതെല്ലാം ചിത്രത്തിന് തിരിച്ചടിയായിട്ട് മാറാം. ഒരുപക്ഷെ 8-ാം തീയതി എത്തുന്ന ജനനായകൻ കംപ്ലീറ്റ് കേരളത്തിൽ തൂത്തുവാരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് മികച്ച റെസ്പോൺസ് നേടിയ ചിത്രം മലയാള സിനിമയുടെ എക്കാലത്തും വലിയ വിജയങ്ങൾ വന്നായിട്ട് പാട്രിയോട്ട് മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു സിനിമ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുപ്പം തന്നെ ഈ ഒരു സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെ കാത്തിരുതെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.